നിമിഷപ്രിയ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി യമനിലെ സന എന്ന് പറയുന്ന പ്രദേശത്ത് തടങ്കലിൽ കഴിയുന്ന ഒരു സാധാരണക്കാരിയായി മലയാളി. തലാൽ അബ്ദു വഹീദ് എന്ന് പറയുന്ന യമൻ പൗരനെ കൊന്നതിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന നിമിഷപ്രിയയ്ക്ക് നാളെ, അതായത് വളരെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തൂക്കുകയറിൽ കയറാൻ ഇരിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് അവസാനഘട്ട ശ്രമം എന്ന നിലയിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായ AP അബൂബക്കർ മുസ്ലിയാരുടെ രംഗപ്രവേശം. ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിൽ അദ്ദേഹം അതിമനോഹരമായി ആ കുടുംബത്തോട് സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഏറ്റവും മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്നു, താൽക്കാലികമായെങ്കിലും. നിലവിൽ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ചർച്ച ചെയ്ത് നിമിഷപ്രിയ ചെയ്ത തെറ്റിന് മറുപടി എന്ന തരത്തിൽ ബ്ലഡ് മണി നൽകിക്കൊണ്ട് അവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ അവസാന നിമിഷം അടുക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. ഈ ഘട്ടത്തിൽ ഒരാൾ നിങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൈപിടിച്ച് ഉയർത്തിയാലോ? അങ്ങനെ ഒരു ഘട്ടത്തിലായിരിക്കാം ഈ വാർത്ത നിമിഷപ്രിയ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ ദൈവതുല്യനായിരിക്കും കണക്കാക്കുക. ചൊവ്വാഴ്ച യമനിലെ സമയം രാവിലെ 10 മണിക്കാണ് തലാലിന്റെ കുടുംബവുമായി സംസാരിക്കുന്നത്. ഇതിൽ ഇടനിലക്കാരനായി വന്നത് യമനിലെ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമറാണ്. ഷെയ്ഖ് ഹബീബ് ഉമറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു, യമനിലെ ഗോത്രവർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു. ഒരു ചർച്ചയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ AP അബൂബക്കർ മുസ്ലിയാർക്ക് സാധിക്കുന്നു. കാന്തപുരത്തിന്റെ സ്വാധീനം. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇസ്ലാമിക നിയമപ്രകാരം ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ നിന്നും അയാൾക്ക് മോചനം ലഭിക്കേണ്ടതുണ്ട്. മോചനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത എന്ന് പറയുന്നത് ആർക്കാണോ പരിക്കേറ്റത് അല്ലെങ്കിൽ ആരാണോ കൊല്ലപ്പെട്ടത് ആ കുടുംബം ക്ഷമിച്ചാൽ മതി. ഇസ്ലാമിക വിധിപ്രകാരത്തിലെ ഈ സാധ്യതയാണ് താൻ ഉപയോഗിക്കുന്നത്. താൻ മാനവികതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇസ്ലാമിക നിയമമാണ് താൻ നടപ്പിലാക്കാൻ പോകുന്നതെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചത് കേന്ദ്ര സർക്കാരും ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട്. ഔദ്യോഗികമായി തന്നെ നമുക്ക് ആ വിവരവും ലഭിക്കുന്നു. യമന്റെ ഭരണകൂട പ്രതിനിധി, സുപ്രീം കോടതി ജഡ്ജ്, കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് കാന്തപുരം ഇപ്പോഴും പറഞ്ഞത് പ്രതീക്ഷയുണ്ട്, നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ സാധിക്കുമെന്നാണ്. ആക്ഷൻ കൗൺസിൽ അടക്കം സാമൂഹിക മാധ്യമങ്ങളടക്കം AP അബൂബക്കർ മുസ്ലിയാർ എന്ന ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയെ അംഗീകരിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് ഈ മനുഷ്യൻ എത്ര മഹത്തരമായ കാര്യമാണ് ചെയ്തതെന്നുള്ള ബോധ്യപ്പെടുത്തലുകൾ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.